കുന്നിൻ ചെരുവിലെ വലിയ മാളത്തിൽ സൂത്രൻ എന്ന കുറുക്കൻ താമസിച്ചിരുന്നു. അവൻ വളരെ സൂത്രശാലിയായിരുന്നു. ഒരു ദിവസം അവൻ ഒരു വിരുന്നൊരുക്കാൻ തീരുമാനിച്ചു. അടുത്തുള്ള പുഴയുടെ കരയിൽ താമസിച്ചിരുന്ന ജ്ഞാനി എന്ന കൊക്കിനെ വിരുന്നിന് ക്ഷണിക്കാൻ അവൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട ജ്ഞാനി, നാളെ എന്റെ വീട്ടിൽ ഒരു വിരുന്നുണ്ട്, തീർച്ചയായും വരണം, സൂത്രൻ പറഞ്ഞു. ജ്ഞാനി സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. പിറ്റേന്ന് ജ്ഞാനി സൂത്രന്റെ മാളത്തിലെത്തി. സൂത്രൻ സ്വാദിഷ്ടമായ പായസം ഒരുക്കിയിരുന്നു. എന്നാൽ സൂത്രൻ പായസം വിളമ്പിയത് പരന്ന പാത്രത്തിലായിരുന്നു. പാവം ജ്ഞാനിക്ക് അതിൽ നിന്ന് ഒന്നും കുടിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ നീണ്ട കൊക്ക് പാത്രത്തിൽ തട്ടിനിന്നു. സൂത്രനാകട്ടെ തന്റെ നാവുകൊണ്ട് പായസം മുഴുവൻ നക്കി കുടിച്ചു. എങ്ങനെയുണ്ട് എന്റെ വിരുന്ന്? അവൻ ജ്ഞാനിയെ കളിയാക്കി ചിരിച്ചു. ജ്ഞാനിക്ക് കാര്യം മനസ്സിലായി. അവനൊന്നും മിണ്ടാതെ തിരികെ പോയി. പോകുന്ന വഴിക്ക് അവൻ സൂത്രനെ തന്റെ വീട്ടിലേക്കും ഒരു വിരുന്നിന് ക്ഷണിച്ചു. അടുത്ത ദിവസം എന്റെ വീട്ടിൽ ഒരു വിരുന്നുണ്ട്, നീയും വരണം. പിറ്റേന്ന് സൂത്രൻ ജ്ഞാനിയുടെ വീട്ടിലെത്തി. ജ്ഞാനി നല്ല മണമുള്ള മീൻകറിയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിന്റെ മണം കേട്ട് സൂത്രന്റെ വായിൽ വെള്ളമൂറി. ജ്ഞാനി മീൻകറി വിളമ്പിയത് കഴുത്ത് നീണ്ട ഒരു പാത്രത്തിലായിരുന്നു. ജ്ഞാനി തന്റെ നീണ്ട കൊക്ക് പാത്രത്തിലിട്ട് കറി മുഴുവൻ കഴിച്ചു. സൂത്രന് പാത്രത്തിന്റെ മണം പിടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അവന്റെ തല പാത്രത്തിനുള്ളിലേക്ക് കടന്നില്ല. വിശന്നു വലഞ്ഞ് അവൻ നിരാശയോടെ തിരികെ നടന്നു. അപ്പോഴാണ് അവന് തന്റെ തെറ്റ് മനസ്സിലായത്. മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ അവർക്കും വിഷമമാകുമെന്ന് സൂത്രൻ പഠിച്ചു. അന്നുമുതൽ അവൻ ആരെയും കളിയാക്കിയിട്ടില്ല.